വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ വിന്റർ സീസണിൽ സ്ഥിരം കാണിക്കുന്ന പതിവ് തന്നെയാണ് ഇന്നും രാവിലെ അങ്കു സ്കൂളിലും രാക്കെ ഓഫീസിലും പോയതിനു ശേഷം ഒന്നും കൂടെ ഒന്ന് ഉറങ്ങുക. അതായത് രാവിലെ ഒരു വട്ടം ഉറങ്ങി എഴുന്നേറ്റിട്ട് വീണ്ടും ഒരു ഉറക്കം. അത് ഇന്ന് സോഫയിൽ കിടന്ന അപ്പോൾ കട്ടിൽ തന്നെ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ അതേ ഇന്ന് കട്ടിയുള്ള ജാക്കറ്റായിട്ട് തണുപ്പ് ഇവിടെ നല്ല കൂടി വരിക കേട്ടോ. ഈ കാണുന്നത് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എഗ്ഗപ്പം. അതിനായിട്ട് ഇതേ ചട്ടി ചൂടാക്കിയിട്ട് അപ്പം ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് അടച്ചു കൊടുക്കാം. ഒരു പകുതി വേഗമാകുമ്പോൾ തുറന്നിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് അതിൻ്റെ പുറത്ത് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ റെഡ് ചില്ലി പൗഡർ ഉണ്ടല്ലോ അത് കൂടിയിട്ട് കുറച്ച് ഉപ്പ്, ഞാനിപ്പോൾ കുറച്ച് റെഡ് ചില്ലി പൗഡർ ഉപ്പും കൂടെ ഇട്ടാ ബുൾസൈഡ് പുറത്ത് വീണ്ടും അടച്ച് വേവിച്ചിട്ട് ഒരപ്പം ഞാൻ അല്ലാതെയും ചുട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബുൾസൈ അപ്പം അല്ലെങ്കിൽ നമ്മുടെ മുട്ടയപ്പം അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എഗ്ഗപ്പം എന്നൊക്കെ പറഞ്ഞപ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചൂടോടെ ആവി പറക്കുന്ന സംഭവം കഴിക്കുമ്പോഴുണ്ടല്ലോ തണുപ്പൊക്കെ അങ്ങ് മാറിയിട്ട് കുറച്ച് ആശ്വാസം കിട്ടും. അതും തേച്ച് തുടങ്ങുമ്പോഴേ പിന്നെ അടുത്ത തണുപ്പ് നമുക്ക് അടിക്കത്തുള്ളൂ. അമ്മയും ഇവിടെ തണുത്ത് കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. അങ്കുവിനിപ്പോൾ സ്കൂളിൽ പോകാൻ നല്ല മടിയാണ്. പക്ഷെ ഞാനങ്ങ് സ്കൂളിൽ പറഞ്ഞു വിടും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ പുല്ല് വെട്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് ഞാൻ കതവ് നന്നായിട്ട് അടച്ചിട്ടേക്കുക. അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് ഞാൻ ബാൽക്കണി അങ്ങനെ തുറന്നിടാറില്ല. ഇത് ഞാൻ രാവിലെ 8:32 എടുത്ത വീഡിയോ കേട്ടോ. രാക്കെ ഓഫീസിൽ പോകുന്ന ആ സമയം ഉണ്ടല്ലോ 3 ഡിഗ്രി ആയിരുന്നു ഇവിടുത്തെ ടെമ്പറേച്ചർ. അങ്ങനെ രാക്കെ ഇതേ റെഡി ആവുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇതേ ചിയ സീഡ് കുതിർത്തി വെച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട്. തെർമൽ സിറ്റോണ്ടേ രാക്കെ പോകത്തുള്ളൂ കേട്ടോ. ജാക്കറ്റ് ഇടുന്നില്ല, കാരണം ഓഫീസിലെത്തിയാൽ നല്ല ചൂടെടുക്കുമെന്ന് പറയും. കാരണം അവിടെ അകത്ത് അവരുടെ ഹീറ്ററൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്, നല്ല സ്മൂത്തായിട്ട് വാമായിട്ട് ഇരിക്കുമെന്ന് പറയും. അങ്ങനെ നമ്മുടെ അലങ്കാര പനിക്കും കുറച്ച് വെള്ളം ഒഴിച്ചു. 3 ദിവസം കൂടുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ അതിന് അധികം വെയിൽ കൊള്ളിക്കുന്നില്ല. പിന്നെ എന്താതെ ഞാൻ കുറച്ച് തേങ്ങ മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. വേറെ എന്തിനും അല്ല, എള്ളു കൊണ്ടൊരു സ്നാക്കാണ്. ഞാൻ നേരത്തെയും കാണിച്ചിട്ടുള്ള ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എള്ളാണ്. ഞാൻ പോയപ്പോൾ കൊണ്ടുവന്ന എള്ള ഇത് കഴുകി വൃത്തിയാക്കി നല്ല ക്ലീൻ ആയിട്ടുള്ള എള്ള് തന്നെ കേട്ടോ. അപ്പോൾ അമ്മ വന്നപ്പോഴും ഒരു പാക്കറ്റ് കൊണ്ടുവന്നത് പൊട്ടിക്കാതെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനത് മിക്സിയിലെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും അടിച്ചെടുക്കാം. അതും കൂടെ അടിച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ തട്ടിയിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ആയി കിട്ടും. പിന്നെ എള്ളിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് നല്ല മയമുള്ള സംഭവം. അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ചോ സ്പൂൺ വെച്ചോ, എന്നിട്ട് അത് ഉരുട്ടാട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ ഉരുളിയായിട്ട് കൈ വെച്ചങ്ങ് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കുറച്ച് സ്പൂൺ വെച്ചങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു ഉണ്ടായിട്ടും എടുക്കാം. ഞാൻ ദേ ഒറ്റ ഉരുളയാക്കി എടുത്തു. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഈ തണുപ്പത്തെ ഏറ്റവും ബെസ്റ്റാ ചൂട് കിട്ടാൻ. എള്ള് അല്ലേലും നമ്മുടെ ശരീരം ചൂടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വലിയൊരു ഉണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ആട്ടോ. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ സ്പൂണിൽ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞു ഉണ്ടകൾ ഇതിനകത്തുനിന്ന് തന്നെ എടുത്ത് നമുക്ക് കഴിക്കാമല്ലോ. പിന്നെ ഞാൻ ദേ പുറത്തിറങ്ങിയപ്പോൾ പുല്ല് വെട്ടുന്ന കണ്ടോ, എന്തോരം പൊടിയാ പറക്കുന്നതെന്ന് നോക്കി. അതിനകത്ത് വെട്ടാൻ പുല്ലൊന്നുമില്ല. ഈ മുട്ടപ്പുല്ലിനകത്ത് ഇവരെന്തിനാ ഇങ്ങനെ വെട്ടുന്നതെന്ന് അറിയത്തില്ല. എല്ലാ ആഴ്ചയും ഇപ്പോൾ വെട്ടലുണ്ടെന്നേ. ആ ഒരു ദിവസം നമുക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ല, കഥ അറിയാതെ തുറക്കാനും പറ്റത്തില്ല. ഞാൻ തുമ്മി മരിക്കും. എന്തായാലും അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഇത് ഫ്രണ്ടിലും ഒന്ന് വെട്ടലുണ്ടെന്ന് തോന്നുന്നു. അവിടെ പുല്ലൊന്നും ഇല്ലെന്നേ. തണുപ്പത്ത് അധികം ഡിമാൻഡ് ഇല്ലാത്തൊരു സംഭവം തോന്നുന്നു ചില ഫ്രൂട്ട്സ് ആട്ടോ, പ്രത്യേകിച്ച് പഴവും കാര്യങ്ങളും ഒക്കെ. എങ്കിലും ഞാൻ ഇന്ന് ചായ മാറ്റിയിട്ട് ഓറഞ്ച് ജ്യൂസാണ് കാണിക്കുന്നത് കേട്ടോ. എന്നും ചായ ഇങ്ങനെ തിളപ്പിക്കുന്നതും കുടിക്കുന്നതും അല്ലേ. ഇന്നൊരു വെറൈറ്റി, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നല്ല പൾപ്പി ആയിട്ട് ഓറഞ്ച് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊറ്റ കുടി ശരിക്കും അമ്മ അടിച്ചതാട്ടോ. ഇത് വൈറ്റമിൻ സിയും ഈ സമയത്ത് നല്ലതാണ്. നമുക്ക് ജലദോഷവും കാര്യങ്ങളും ഒക്കെ വരാതെ നമുക്ക് പ്രൊട്ടക്ഷനൊക്കെ തരുമെന്ന് പറയും നാരങ്ങയും ഈ ഓറഞ്ചും കാര്യങ്ങളൊക്കെ ഈ സമയത്ത്. പിന്നെ ഇനി ലഞ്ചും കാര്യങ്ങളൊക്കെ നോക്കണം. ലഞ്ചിനായിട്ടൊരു 1 pot മീൽ ആട്ടോ. പെട്ടെന്ന് കുറച്ച് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് അതിനകത്ത് സവാള ദേ അമ്മ കുരൂരാന്ന് അരിഞ്ഞ് തന്നിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ടൊമാറ്റോ റൈസാണ്. അതിൻ്റെ കൂടെ കുറച്ച് തൈരും പപ്പടവും അച്ചാറും കൂട്ടി കഴിക്കും. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് അരി നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എത്ര അരിയാണ് ഇടുന്നത് അതിന് ഓൾമോസ്റ്റ് കുറച്ചും കൂടെ അധികം വെള്ളം ഒഴിക്കണം. എന്നാലേ കറക്റ്റ് ഒരു വേഗ് കിട്ടത്തുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു റൈസിനൊരു പ്രത്യേക മണവും കിട്ടും, ഒട്ടിപ്പിടിക്കത്തുമില്ല, നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. പിന്നെ ഞാൻ മുട്ടയും കൂടെ പുഴുങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡായിട്ട് എന്തെങ്കിലും ഒരു നല്ല സംഭവം കൂടെ വേണമല്ലോ. വേറെ പച്ചക്കറിയൊന്നും നമ്മൾ എൻ്റെ കൂടെ ഇട്ടിട്ടില്ലല്ലോ. പിന്നെ തൈര് ഞാൻ കുക്കറിൻ്റെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലായിരുന്നു, അപ്പോൾ ആ തണുപ്പ് മാറാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ കൊടുത്തു. എൻ്റെ കുക്കറിന് അത്രയും മതി കേട്ടോ. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച്. പിന്നെ ആവിയൊക്കെ മാറി ഇതേ തുറന്ന് നോക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ട് റൈസ് വന്നിട്ടുണ്ട്, മുട്ടയും പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനി മെല്ലെ അത് പാത്രത്തിലോട്ട് പ്ലേറ്റ് ചെയ്യാം.
ലഞ്ച് കഴിക്കണ്ടേ? അതെ, കുറച്ചിടുന്നുണ്ട്. രാക്കയും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും രാക്കയും ഉണ്ട്. അങ്കു സ്കൂളിൽ നിന്ന് വന്നിട്ട് കഴിക്കാൻ പറ്റത്തുള്ളല്ലോ. പിന്നെ മുട്ടയും പുഴുങ്ങിയത് ഓരോന്നുണ്ട്. നെല്ലിക്ക അച്ചാറാണ് എടുക്കുന്നത്. ഇവിടെ നെല്ലിക്കയും നാരങ്ങ അച്ചാർ സ്റ്റോക്കുണ്ട്. പിന്നെ കൊഞ്ചച്ചാറും അമ്മ നാട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്നേയുണ്ട്. എന്തായാലും ഇച്ചിരി നെല്ലിക്ക അച്ചാറും എടുത്തു, പപ്പടവും വെച്ചു, കുറച്ച് തൈരും എടുത്തു. അപ്പം ലഞ്ച് ഇതാണേ. കാണാൻ നല്ല ടെംപ്റ്റിംഗ് ആയിട്ടില്ല, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ചൂടോടെ നമ്മൾ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ശരിക്കും ഈ റൈസൊക്കെ ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. തണുപ്പത്ത് ഇതൊക്കെ ധാരാളമാണ്. അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അമ്മയെ ഞാൻ കാണിച്ചു തരാവേ. സുഖമായിട്ട് ഉറങ്ങുക ആശാട്ടി. ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഉറങ്ങുമല്ല കേട്ടോ, പാട്ടം കണ്ടേ കേട്ടോണ്ട് കിടക്കും. പക്ഷെ ഞാൻ വരുന്നതോ വീഡിയോ എടുക്കുന്നതോ ഒന്നും അറിഞ്ഞില്ല. കണ്ണിങ്ങനെ ചിമ്മുന്നുണ്ട്. ഫോൺ അവിടെ ഇരിപ്പുണ്ട്, ഹെഡ്സെറ്റ് ചെവിയിലുണ്ട്. പിന്നെ ആ മൂലയിലോട്ട് നമ്മുടെ ഹീറ്ററും ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിൽ പുതച്ചിട്ടില്ല, പകുതിയെ പുതച്ചിട്ടുള്ളൂ. സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഉറങ്ങാം. ഞാൻ വന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ എനിക്കത് കിടക്കുന്ന കണ്ടപ്പോൾ കൊതി വന്നിട്ട് ഞാൻ നമ്മുടെ റൂമിലോട്ട് ഓടി വന്നു. ചെറിയ വെയിലൊക്കെ നമ്മുടെ റൂമിലോട്ടും അടിക്കുന്നുണ്ട്. പതിവായിട്ട് കാണിക്കുന്ന പോലെ അതേ പുതപ്പെടുത്തു, അതിൻ്റെ അടിയിലോട്ട് ചുരുണ്ട് കുറച്ച് നേരം അങ്കു വരുന്നവർ ഇനി ഒന്ന് കിടക്കാം. ഇങ്ങനെ എത്ര പേര് കഴിച്ചിട്ടുണ്ട്? നമ്മുടെ വെള്ളക്കടല ഉപ്പിട്ട് പുഴുങ്ങിയിട്ട്, കുതിർത്ത വെള്ളക്കടല കേട്ടോ, പുഴുങ്ങി വെള്ളമൊക്കെ മാറ്റിയിട്ട് അതിനകത്ത് തേങ്ങ നന്നായിട്ട് തിരുകി അതങ്ങ് കഴിക്കുക. ഹെൽത്തിയും ആട്ടോ. ഒരു നേരത്തെ ഫുഡാണ് ശരിക്കും. സ്നാക്കായിട്ടോ എന്ത് വേണമെങ്കിലും ആയിട്ട് കഴിക്കാം. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. അങ്കു അപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതേ ട്യൂഷൻ ഇറങ്ങി. തണുപ്പെന്നൊക്കെ പറഞ്ഞാലേ പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യം ഈ സമയത്ത്. വെയിൽ വേണം കേട്ടോ. വെയിലില്ലെങ്കിൽ ആകെ ഒരു മന്ദപ്പാണ്. ഇന്ന് വെയിലുള്ള ദിവസമായിരുന്നു. അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോയേ പറ്റൂ, അതെവിടെ ആണെങ്കിലും. അതാണ് നമ്മുടെ സക്സസ്. ഡിന്നറിനായിട്ട് നമ്മുടെ പൂരി മസാലയാണ്. അതിനായിട്ട് ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും കരിവേപ്പിലയും കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും 2-3 കഷ്ണം ഗ്രാമ്പും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ കൊടുത്തിട്ട് ആവിയൊക്കെ മാറി തുറന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയിട്ട് കടുക് വറുത്തിട്ടു. വറ്റൽമുളകും കരിവേപ്പിലയും കടുകും കൂടെ എണ്ണയിൽ ഒഴിച്ച് പൊട്ടിച്ചിട്ടു. പൂരിക്കുള്ള സെറ്റപ്പ് ഉരുട്ടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ടമട്ടമേന്ന് പൂരിയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചപ്പാത്തി നിന്ന് പരത്തി ഉണ്ടാക്കി എടുക്കുന്നതിനെക്കാട്ടിയും എളുപ്പം പൂരി ഉണ്ടാക്കാനാട്ടോ. പക്ഷെ എന്നും നമുക്കിപ്പോൾ പൂരി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ആ എണ്ണ മുഴുവൻ നമ്മുടെ ശരീരത്ത് പോകുമല്ലോ എന്ന് പേടിച്ചിട്ടാ പൂരി ഉണ്ടാക്കാൻ മടിക്കുന്ന. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പൂരി ഉണ്ടാക്കും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു പലഹാരം തന്നെയാണ് പൂരി. നമ്മുടെ നാട്ടിൽ തന്നെ ഹോട്ടൽസിലൊക്കെ, വെജിറ്റേറിയൻ ഹോട്ടൽസിൽ പ്രത്യേകിച്ച് പോകുമ്പോഴത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി മസാല എന്തായാലും കാണുമല്ലോ. അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അവിടെ പിന്നെ മഞ്ഞ കളറിൽ നല്ല കട്ടക്കിരിക്കുന്ന മസാലയാണ്, നമ്മുടെ ഉഴുന്നുപരിപ്പൊക്കെ ഇട്ട്. അങ്ങനെയും ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ദേ പൂരിയൊക്കെ സെറ്റായിട്ടുണ്ട്, കറി സെറ്റായിട്ടുണ്ട്. ഇനി ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അങ്കുവിൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അവന് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കുറച്ച് മാർഷ്യൽ ആർട്സും ഉണ്ട്. അതായത് അവൻ്റേതായ കുറച്ച് കളികൾ. അതിങ്ങനെ തന്നെ കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും അമ്മ ഒന്ന് വീഡിയോ എടുത്ത് ഒന്ന് ഇടമ്മ എന്നെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടുക കേട്ടോ. നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് വാങ്ങിയ വാള ഒരെണ്ണം സൃഷ്ടിയുടെ അവൾ മറന്നു വെച്ചിട്ട് പോയത്. അതിട്ടിട്ടാണ് അവൻ്റെ മാർഷ്യൽ ആർട്സ് ഇന്നത്തെ. അവളിത് കാണുവാണെങ്കിൽ എന്തായാലും അവിടെ പോയില്ലായിരിക്കും. പിന്നെ ഇതെന്താണെന്നറിയാമോ? തലേദിവസം രാത്രിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, നമുക്കിവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ട്, റൂബനും ഹർഷയും. പഴയ ബ്ലോഗുകളിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഹർഷ നാട്ടിലാണ്. അപ്പോൾ റൂബൻ ഇവിടെ വർക്ക് ചെയ്യുക. നമ്മുടെ ക്രിസ്മസിന് റൂബൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലേക്കൊന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഡിന്നറിന് വേണ്ടിയ നാടൻ രീതിയിൽ സാമ്പാറും ചോറും, അമ്മ അടിപൊളിയായിട്ട് വെച്ചൊരു ചിക്കൻ കറിയും, പിന്നെ വെള്ളപ്പയറില്ലേ, വടക്കോട്ടൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന എന്താ വൻപയറാണെന്ന് തോന്നുന്നു, വൻപയറെന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, വെള്ളപ്പയറെന്ന് പറയും. അത് ഉപ്പേരി പോലെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇത് ഞാൻ കഴിക്കുന്ന അങ്കുവിന് കുറച്ച് ചൂടോടെ വാരി കൊടുത്തോട്ടെ. ഇതായിരുന്നു എല്ലാവരുടെയും ഡിന്നർ. ചോറും സാമ്പാറും തൈരും അച്ചാറും ചമ്മന്തിയാണ് ആ സൈഡിലിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ കറിയും കുറച്ച് ഉപ്പേരിയും ഞാൻ എടുത്തുള്ളൂ. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനും കഴിക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.